ഹലോ നമസ്കാരം. അബീസ് യുകെയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 3ാമത്തെ പോഡ്കാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ കുറേ പേര് ചേർന്നിട്ടാണ്. ഇവിടെ NHS അല്ലെ, എല്ലാവരും നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ സ്വപ്നം കാണുന്നത്, നമ്മുടെ നഴ്സുമാരെല്ലാവരും വരുന്നത് തന്നെ NHSലേക്കാണ്. അല്ലാതെ ഇവിടെ വരുന്നവരും NHS സ്വപ്നം കണ്ടു വരുന്ന ആൾക്കാരാണ്. നാട്ടിൽ നിന്ന് വരുമ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാലും NHS ജോലി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡാണ് അല്ലേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന 4 പേരും, ഇന്ന് അബീസ് വന്നിരിക്കുന്നത് NHS എംപ്ലോയി ആയിട്ടാണ് ഞങ്ങളുടെ കൂടെ. ഇത് എല്ലാവരും, നവീൻ ആണെങ്കിലും നൈഫ് ആണെങ്കിലും ജിതിൻ ആണെങ്കിലും എല്ലാവരും ഇന്ന് NHS എംപ്ലോയീസ് ആയിട്ടാണ് ഇവിടെ. നിങ്ങളുടെ കുറെ ഡൗട്ടുകൾ അബീസിനോട് സ്ഥിരമായിട്ട് കുറെ ആളുകൾ നാട്ടിൽ നിന്നും ഇവിടെ വന്നവരും ഒക്കെ ചോദിക്കുന്ന കുറെ ഡൗട്ടുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരെയൊക്കെ കൂട്ടി ഒരു പോഡ്കാസ്റ്റുമായിട്ട് ഇങ്ങെത്തിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നത് അബീസിനെ ആയിരിക്കും. അബീസ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു NHSലെ ക്ലറിക്കൽ ആൻഡ് അഡ്മിൻ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഇത് നൈഫാണ്. നൈഫ് ജോലി ചെയ്യുന്നത് ക്ലറിക്കൽ ഓഫീസർ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ക്ലറിക്കൽ ഓഫീസായിട്ടാണ്. സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഇവിടെ വന്നത്. അവരും NHSൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ജിതിൻ പ്രൊജക്ട് സപ്പോർട്ട് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നവീൻ വർക്ക് ചെയ്യുന്നത് IT സപ്പോർട്ടർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോവാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഏറ്റവും അധികം ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്, ഏത് സൈറ്റിലൂടെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ NHS ജോബ് ഇത്ര ഈസി ആയിട്ട് കിട്ടുക? ഏതാണ് അതിന് ഏറ്റവും നല്ലൊരു സൈറ്റ്? നമുക്ക് ജിതിനോട് തന്നെ ചോദിക്കാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും NHS ജോബ്സിലോട്ട് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ NHSലോട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുന്നവരാണ്. അപ്പം നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 2 സൈറ്റിലാണ്. അതൊന്ന് NHS.jobs.NHS.UK എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും track.jobs എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. ഈ NHS.jobs.UK എന്ന് പറഞ്ഞ സൈറ്റ് NHS ഇംഗ്ലണ്ടിന്റെ കീഴിലാണ് ഇവിടെയുള്ള എല്ലാ ട്രസ്റ്റുകളും വരുന്നത്. അതിൽ NHS ഇംഗ്ലണ്ടിന്റെ കീഴിൽ വരുന്ന ജോബ്സ് ആണ് NHS.jobs.com വരുന്നത്. പിന്നെ ഈ ട്രസ്റ്റുകളുണ്ട്. ഇവിടെ പല ഹോസ്പിറ്റലുകളും പല ട്രസ്റ്റ് ആയിട്ടാണ് മാറിയിരുന്നത്. അപ്പോൾ ഈ ട്രസ്റ്റിലോട്ടുള്ള സ്പെസിഫിക് ആയിട്ട് വരുന്ന ഇതാണ് track.jobs.UK എന്ന് വരുന്നത്. അപ്പം ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇനി ഈ 2 വെബ്സൈറ്റിലും കയറി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില ജോബ്സ് എല്ലാം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്ട് ചെയ്ത് ട്രാക്കിലോട്ട് പോകും. ഇപ്പം നിങ്ങൾ NHS ഇംഗ്ലണ്ടിന്റെ വെബ്സൈറ്റിലാണ് കയറുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീഡയറക്ട് ചെയ്ത് ട്രാക്കിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ NHS ജോബ്സിൽ ചിലപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ ട്രാക്ക് ചെല്ലുമ്പോഴും പിന്നെ അതേ പ്രൊഫൈൽ നിങ്ങൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഒന്നുകൂടെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വേറെ നമ്മൾ ഇൻഡീഡിലും അതുപോലെയുള്ള ജോബ് സെർച്ചിങ്ങിലെല്ലാം ഈ ജോബ് എല്ലാം കാണിക്കും. പക്ഷേ ശരിക്കും നമ്മൾ ഇൻഡീഡിൽ അത് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴും ഈ വെബ്സൈറ്റിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ റെസ്യൂമേയിൽ ശ്രദ്ധിക്കണം, അങ്ങനെ ഇത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് അല്ലെ ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ. നവീനോട് പറഞ്ഞ ചോദിക്കുകയാണെങ്കിൽ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിനൊരു CV വേണമെന്നില്ല. ഈ സിസ്റ്റം CV നമ്മുടെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യണം. നമ്മളെല്ലാ ഡീറ്റെയിൽസും, നെയിം, എല്ലാം എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്ത് അത് ആഫ്റ്റർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു CV രൂപത്തിൽ അത് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് CV ഏത് മോഡൽ ക്രിയേറ്റ് ചെയ്യണം NHSന് വേണ്ട. അപ്പോൾ CV വേണ്ടതിന് ആക്ച്വലി നമ്മളതെല്ലാം ഓൺ ദ സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. വൺസ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ജോലിക്ക് വേണ്ടി. അപ്പോൾ വൺസ് ആ ക്രിയേറ്റ് ചെയ്യണ ആപ്ലിക്കേഷന് ഇറ്റ്സ് എ ലെങ്തി പ്രോസസ്സാണ്. ബട്ട് അത് ഇച്ചിരി മെനക്കെട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓൺലി ആ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ആണ് അതിൽ നമുക്ക് ഇത്തിരി എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനാണ് കൂടുതൽ സമയം. അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസോ NHSൽ അപ്ലൈ ചെയ്യാത്തതിന് മെയിൻ കാരണം നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 1 hour എടുക്കുമായിരിക്കും അല്ലേ. 1 hour മിനിമം എടുക്കുമായിരിക്കും ആദ്യത്തെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുക. അതായത് നിങ്ങളെ പേര് കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഡോക്യുമെന്റേഷന്റെ നമ്പർ മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുത്താലേ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നവീൻ പറഞ്ഞ പോലെ തന്നെ 2ാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി കൊടുത്ത പേരും ഓൾറെഡി കൊടുത്ത അഡ്രസ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ആപ്ലിക്കേഷനകത്ത് ഓൾറെഡി അവരൊരു പേഴ്സൺ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ 2 ഡോക്യുമെന്റ് ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും.
അപ്പം അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ കൊടുക്കുക. അതായത് ഇപ്പോൾ പേഴ്സൺ സ്പെസിഫിക്കേഷനകത്ത് അവർ പല ക്രൈറ്റീരിയ, എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഡിസൈറബിൾ ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വെക്കുമ്പോൾ മാക്സിമം ഇവർ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. എന്നാലേ ഈ ATS ഫ്രണ്ട്ലി എന്നല്ല ആൾക്കാർ പറയുന്നത് ഇവർ ഈ കീവേഡ്സ് വെച്ചിട്ടാണ് നോക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ ഇത് ആപ്ലിക്കേഷൻ അവർ ആക്സെപ്റ്റ് പോലും ചെയ്യുള്ളൂ അല്ലെ. ഇപ്പം നൈഫ് ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്ന ഒരാളാണ് ഇവിടെ. എങ്ങനെയാണ് ഈ ഒരു ജോബിലേക്ക് കയറുന്നത്? ഏതൊരു എത്രാമത്തെ ആപ്ലിക്കേഷനിലൂടെയാണ് ഈ ജോബിലേക്ക് കയറുന്നത്? കാരണം ഇവിടെ NHS കുറെ ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എത്രാമത്തെ ആപ്ലിക്കേഷനിലൂടെയാണ് കയറുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിട്ട് NHS വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു 5-6 ആപ്ലിക്കേഷൻ തന്നെ എനിക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഒരു ജോയിനിങ് ഡേറ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ജോയിനിങ് ഡേറ്റ് ആണ് തന്നത്. കാര്യം ഒരു അർജന്റ് വേക്കൻസി ആയിരുന്നു, ഇമ്മീഡിയറ്റ് ജോയിൻ ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ക്ലറിക്കൽ ഓഫീസറായിട്ട് നോർത്ത് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ഷെഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. NHS അങ്ങനെ ഒരു എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങൾ ജോബിലേക്ക് കയറുമ്പോഴും? എക്സ്പീരിയൻസ് അതുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ പ്രൊഫൈല് മാച്ച് ആവാനായിട്ടും എല്ലാത്തിനും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷനിൽ കീവേഡ്സ് മാച്ച് ആവുന്നതനുസരിച്ചാണ് നമ്മളെ അവർ കോൾ ചെയ്യുന്നത്. ബേസിക്കലി ഒരു ബാൻഡ് 3, ബാൻഡ് 4 വരെയുള്ള ജോലിക്കും അങ്ങനെയാണ് അവർ മാച്ച് ചെയ്ത് വിളിക്കുന്നത്, നമ്മുടെ ഇന്റർവ്യൂ സ്ലോട്ട് തരുന്നത്. പിന്നെ എക്സ്പീരിയൻസിന്റെ കാര്യം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾ ചിലപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചിലപ്പം മാർക്കറ്റിംഗ് പ്രൊഫഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ഇപ്പം എന്താ IT റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജോബ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവർ നോക്കുന്നത് അവർ ഈ പറഞ്ഞ ജോബ് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണ്. നിങ്ങൾ ഹെൽത്ത് കെയർ അല്ല, നിങ്ങൾ എവിടെ വർക്ക് ചെയ്താലും അത് നോക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്രൈറ്റീരിയ നൈഫ് പറഞ്ഞാൽ മാക്സിമം ആഡ് ചെയ്യണമെന്നുള്ളത്. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ NHS ഒരുപാട് ജോലികള് നമുക്ക് നമ്മുടെ ഫീൽഡ് അല്ലാത്തതും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ ഓപ്പണിംഗ്സ് ഉണ്ട്. അതായത് ഇഫ് യു ഹാവ് സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ല, അങ്ങനത്തെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നമ്മളത് ഒരുപാട് നേരം എടുത്ത് സെർച്ച് ചെയ്ത് അതിന്റെ ഉള്ളിൽ പോയി ജോബ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അവർ പറയണം മിനിമം എപ്പോഴും എസെൻഷ്യൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കാം. എസെൻഷ്യൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ഇന്റർവ്യൂലേക്ക് പിക്ക് കിട്ടില്ല. എസെൻഷ്യൽ ആണ് അവർ നോക്കണം. ഡിസൈറബിൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എസെൻഷ്യൽ ചിലപ്പോൾ മിനിമം 0 to 1 year എക്സ്പീരിയൻസ് ആവും പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻസിന് അവർക്ക് പ്രയോറിറ്റീസ് ഉണ്ട് അപ്ലൈ ചെയ്യുന്ന ചില ജോബുകൾക്കൊക്കെ. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും ഞാനിപ്പോ കഴിഞ്ഞ ഒരു 5 വർഷത്തോളം ഗൾഫിലാണ്. ഇപ്പൊ ഞാൻ കേറിപ്പം എനിക്കുണ്ടായിരുന്ന ആകെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ കൊറോണ ടൈമിലുള്ള 3 മാസത്തെ ഈ ഫയൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞല്ല, അവർക്ക് നമ്മുടെ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ അവര് ഈ ജോബിന് നമ്മള് കഴിവുണ്ടോന്നാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അത് അവരുടെ 2 ഇന്റർവ്യൂവില് അവര് ചോദിക്കുന്ന ചോദ്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം എന്നോടേക്കും ചോദിച്ച ചോദ്യങ്ങളും ഒരു ഫയൽ എത്രത്തോളം സേഫ് ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, അപ്പൊ അതിന് അവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. എന്റെ കേസിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളില്ല. കാര്യം നിങ്ങൾക്കറിയാം, ഞാനിവിടെ വന്ന് ഒരു വർഷത്തിന് മേളിൽ വെയർ ഹൗസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാധാ ലേബറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് UK ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. ജസ്റ്റ് വന്ന അന്ന് മുതൽ ഈ NHS കിട്ടുന്ന ദിവസം വരെ ഞാൻ വെയർ ഹൗസിലായിരുന്നു. അതായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. ഇപ്പോ എക്സ്പീരിയൻസ് ഇല്ലാതെ കയറുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുമോ ഇതിനകത്ത്? NHS അവര് തന്നെ ട്രെയിനിങ് തരുമോ? എങ്ങനെയാണ് അത്? ചില ജോലികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് കയറാൻ അവർക്ക് ഡിഫറെന്റ് ആയി 1 month ഒക്കെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. 1 month ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പ്രൊബോഷണറി എന്ന് പറഞ്ഞിട്ട് 6 മാസം ഉണ്ട്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ പെർമനന്റ് സ്റ്റാഫ് ആവാൻ മാറുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് പല ബാൻഡുകളുണ്ട് അല്ലെ, ബാൻഡ് 2 മുതൽ അങ്ങോട്ട് പല ബാൻഡുകളുണ്ട്. അപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് കയറുന്ന ഒരാള് ഏത് ബാൻഡിലായിരിക്കും ആദ്യം കയറുന്നത്?
അത് നമുക്ക് കിട്ടുന്ന ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ ആയിരിക്കും. ബാൻഡ് 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്കാണെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2 വീക്സോളം ഞാനത് 1.5 വീക്സ് കൊണ്ട് ഫിനിഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്റേണൽ കുറെ സോഫ്റ്റ്വെയർ പഠിപ്പിച്ചായിരുന്നു. കാര്യം പേഷ്യന്റ് ഫേസിങ് വരുന്നത് കൊണ്ടും കുറച്ച് ഇന്റേണൽ സോഫ്റ്റ്വെയർസ് പഠിക്കാനുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഒരു 4-5 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ട്രെയിനിങ് എല്ലാം തന്നു. അതെല്ലാം റിലവന്റ് ആയിട്ട് സക്സസ് ആയതിനു ശേഷം മാത്രമാണ് ഡയറക്റ്റ് എന്നെ ഒറ്റയ്ക്ക് ഇരുത്താൻ തുടങ്ങിയത്. മീൻസ് പിന്നെ എനിക്ക് തോന്നുന്നത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മറ്റേ ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് അങ്ങനത്തെ കുറച്ച് ട്രെയിനിങ് അതുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇൻഡക്ഷൻ ചെയ്യല്ലോ. അത് ഓൺലൈൻ ആയിട്ട് അതൊരു സർട്ടിഫിക്കേഷൻ ഒക്കെ എടുക്കണം. അത് ഓൺലൈനായിട്ട് ഒരു സോഫ്റ്റ്വെയർ വെച്ച് അതെനിക്ക് തോന്നുന്നത് NHS ജോലി ചെയ്യുന്ന എല്ലാവരും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിവിടുത്തെ ഒരു സേഫ്റ്റിയുടെ പേഷ്യൻസിനോട് പെരുമാറുന്നത് അങ്ങനെ ഒത്തിരി സബ്ജക്റ്റിൽ അത് പോകണം. ഡാറ്റ ഹാൻഡ്ലിങ് അതൊരു 1 വീക്ക് തന്നെ ആയിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടാവും. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് പല രീതിയിലുള്ള. ഇപ്പൊ ഞാൻ ഒരു 8 വർഷം 9 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ചെല്ലണം. പക്ഷെ അവിടുത്തെ രീതികൾ ഈ ഹോസ്പിറ്റൽ രീതികൾ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇപ്പൊ എമർജൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഹൈ പ്രയോറിറ്റിയാണ്. അവരുടെ അവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അപ്പൊ അത് നമ്മള് ബാക്കിയുള്ള കമ്പനികളിലൊക്കെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമാതിരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ ഓരോന്നിനും ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അത് അവര് ചിലതൊക്കെ നമ്മൾ ട്രെയിനിങ് ചെയ്യും. അപ്പം ബാൻഡ് 3-ലാണ് നവീൻ കയറുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്റ്റാർട്ടിങ് പല രീതിയിലാണ്. ഇപ്പൊ IT സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് 4-ലാണ്. ചിലത് ഇപ്പൊ ബാൻഡ് 2 ഉണ്ട്. സ്റ്റാർട്ടിങ് ബാൻഡ് 2 ആണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ബാൻഡ് 5-ൽ നിന്ന് ബാൻഡ് 6 ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഒരു അടുത്ത ബാൻഡിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? 2 രീതിയിൽ പോവാം. ഒന്ന് നമുക്ക് ഇന്റേണൽ കോഴ്സ് വരും. ഇപ്പോ ഇന്റേണൽ സെയിം ഡിപ്പാർട്ട്മെന്റോ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള സബ് ഡിപ്പാർട്ട്മെന്റിലോ ഏതെങ്കിലും ഇപ്പൊ ഒരു ബാൻഡ് 6ലേക്ക് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അത് അവർ പ്രത്യേകം പറയും ഇത് ഇന്റേണൽ ലിസ്റ്റിംഗ് എന്ന് പറയും. ഇന്റേണൽ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ സ്റ്റാഫിന് മാത്രം അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് കയറാൻ പറ്റും. അത് ഇത്തിരി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആണ്. അധികം ആൾക്കാരുണ്ടാവില്ല നമുക്ക് കയറാൻ. പിന്നെന്ന് പറയുന്നത് ഈ സെയിം ട്രസ്റ്റ് തന്നെ എക്സ്റ്റേണൽ കൊണ്ട് ഇത് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യും. അത് ഇനി NHS.net വരുന്ന ജോബ്സ് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ ആദ്യം പോലെ ആ പ്രോസസ് കൂടെ ചെയ്യാം. ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഇന്റേണൽ വേക്കൻസി വരുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമുക്കൊരു ഇന്റേണൽ വേക്കൻസി വരുമ്പോൾ ആ ലിങ്ക് എടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കുക. അവൻ NHS ഉള്ള ആളല്ല. അപ്പം അവനത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണൽ സ്റ്റാഫ് ആണെന്നുള്ളത് യെസ് ഓർ നോ കൊടുക്കുമ്പോ ആപ്ലിക്കേഷൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റും ഫ്രണ്ടിനെ. മീൻസ് അത് റെഫറൻസ് ഒരു നല്ലൊരു പാട്ടാണല്ലോ. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ റെഫറൻസ് വെച്ചാൽ അതൊരു പ്രിഫറൻസ് ഉള്ള കാര്യമാണെന്ന് തോന്നുന്നു അല്ലെ? പ്രിഫറൻസിനും കൂടുതൽ ഒരാളുടെ പേഴ്സണാലിറ്റീനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മീൻസ് അയാളുടെ ക്യാരക്ടറിന് ഇവർക്ക് ഭയങ്കര പ്രോസസ്സാണ്. 1 മാസം 1.5 മാസം ഒക്കെ എടുക്കും ഇവരുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ്. അപ്പൊ ഒരു ട്രസ്റ്റിൽ നിന്ന് അടുത്ത ട്രസ്റ്റിലേക്ക് മാറുന്ന ആൾക്ക് ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് വിത്തിൻ വീക്കിലൊക്കെ ഒരു കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ പ്രീവിയസ് റെക്കോർഡ് ഇവർ മർജ് ചെയ്യായിരിക്കും. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് പ്രീവിയസ് ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു. പിന്നെ എനിക്ക് തോന്നുന്നത് റെഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ നാട്ടിലെ ചില കമ്പനികളൊക്കെ ഇയാള് റെഫർ ചെയ്തുകൊണ്ട് ഇയാൾക്ക് ജോലി കൊടുത്തേ പറ്റൂ എന്നൊന്നുമില്ല. റെഫർ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ അവർ കാണുമായിരിക്കും. എന്നിട്ടും അവര് അത് ഇവാലുവേറ്റ് ചെയ്ത് മാത്രമേ ഇന്റർവ്യൂ ഈക്വൽ ഓപ്പർച്യൂണിറ്റി രണ്ടാൾക്കും വന്നു. അതിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരാള് റെഫർ ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ. പിന്നെ നമ്മള് ഇന്റേണൽ വേക്കൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്റേണൽ വേക്കൻസി കുറച്ചുകൂടെ എളുപ്പത്തിൽ അറിയാനായിട്ട് നമുക്ക് ഇൻട്രാനെറ്റ് ഉണ്ട്. അപ്പൊ ഇൻട്രാനെറ്റിന്റെ അകത്ത് ഒരു സ്റ്റാഫ് ബുള്ളറ്റിൻ എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ അകത്ത് നമുക്ക് മന്ത്ലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും വരുന്ന ജോബ് വേക്കൻസി. ബാൻഡ് 2 തൊട്ട് ബാൻഡ് 7, ബാൻഡ് 7A, ബാൻഡ് 7B ടോപ്പ് സാലറി ഉള്ള ജോബ്സ് എല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതിലും എളുപ്പത്തിൽ അറിയാൻ പറ്റും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണെങ്കിലും ഈ 2 വെബ്സൈറ്റ് ആണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷെ വൺസ് നിങ്ങൾ ഇതിലിപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ ബാൻഡ് 6ഓ ബാൻഡ് 7ഓ ആവാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ബാൻഡ് 2-ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാൻഡ് 2 അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇന്റർണൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ കയറി പോവുക. അല്ലാണ്ട് ബാൻഡ് 7 വന്നാലേ ഞാൻ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കാതെ ഒരു ട്രസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത ട്രസ്റ്റിലേക്ക് മാറാൻ ഒരു പ്രയോറിറ്റി ഉണ്ട്. പ്രീവിയസ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതൊരു പ്ലസ് പോയിന്റ്. അതൊരു പ്രത്യേക ടൈപ്പ് ഒരു ഡിപ്പാർട്ട്മെന്റും അതിന്റെ പ്രോസസ്സും വ്യത്യാസമുണ്ട്. നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനി വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രോസസ് അല്ല ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്.
ഇനി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു ബാരിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഞങ്ങള് ക്ലറിക്കൽ ഓഫീസേഴ്സ് 32 പേരാണുള്ളത്. ഇവിടെ എല്ലാം രാജ്യക്കാർക്കും ഒരു സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ നോക്കുവാണെങ്കിൽ ഹോങ്കോങ് ഉണ്ട്, ചൈന ഉണ്ട്, ഇവിടുത്തെ ഇംഗ്ലീഷുകാരുണ്ട്, നമ്മൾ ഇന്ത്യക്കാരുണ്ട്, നൈജീരിയൻസ് ഉണ്ട്. ലാംഗ്വേജ് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നൈജീരിയൻ പറയുമ്പോൾ പയ്യെ സംസാരിക്കാൻ പോകും, ഇംഗ്ലീഷ് തന്നെയായിരിക്കും. പിന്നെ ലാംഗ്വേജ് അത്ര നമ്മുടെ നോർമൽ ലാംഗ്വേജ് മതി. ഇപ്പൊ നമ്മൾ പറയും ചൈനക്കാർക്കിടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും അയ്യോ ഞാൻ എന്താ അടിപൊളിയാണെന്ന് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. അവര് പറക്കിയാണ് സംസാരിക്കണം. പിന്നെ ലാംഗ്വേജ് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മലയാളികൾ, പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള, എനിക്ക് വന്നിടയ്ക്ക് ഒരു വാണിംഗ് കിട്ടിയാണ്. ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾ 4 മലയാളികളാണ്. അപ്പൊ ഞങ്ങള് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടമല്ലാന്ന് മനസ്സിൽ നമ്മളത് സംസാരിച്ച് നമ്മൾ ചിരിക്കുമ്പോ അവര് കളിയാക്കുകയാണെന്നുള്ള രീതിയിൽ. എന്താ വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് അറിയാം, നമ്മളല്ലാതെ മലയാളി അല്ലാതെ വേറെ ഒരാൾക്കും മലയാളം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ഭാഷ എന്ന് വരെയാണ് അവര് ചോദിക്കുന്നത്. പിന്നെ എന്റെയൊക്കെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ NHSന്റെ ബാൻഡേറ്റ് അതായത് ഇവിടെ 40-20-25 വർഷം എക്സ്പീരിയൻസ് ആയ ആൾക്കാരോടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയാണെന്നൊന്നും അവര് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരാൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവൻ ഈസിന്റെ അവിടെ വാസാണ് ചേർത്തത്, അല്ലെങ്കിൽ ഹാലിന്റെ അവിടെ ഹാവാണ് ചേർത്തത്, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അവർക്ക് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നത്. പക്ഷെ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തതുകൊണ്ട് തന്നെ ചില ഭാഷകൾ നമ്മൾ പറയുമ്പോൾ പൊളൈറ്റ് ആയിട്ടും ചിലത് ഇപ്പം ക്യാനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റൂഡായിട്ടുള്ളൊരു ഭാഷ ഇവിടെ. അതേ കാര്യം തന്നെ ഈസ് ഇറ്റ് ഓക്കെ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊളൈറ്റ്. അപ്പം നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രൈമറി ലാംഗ്വേജ് അല്ല മലയാളമാണ് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഡിഫറൻസ് അറിയത്തില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് ഇപ്പൊ കുറച്ച് കാലം നമ്മൾ ഇവരോട് വർക്ക് ചെയ്ത് നമ്മളത് നോക്കിയാകും, അല്ലെങ്കിൽ അവർ തന്നെ അത് പറഞ്ഞു തരും. ഓക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇതല്ലാത്തതുകൊണ്ടാണ്, പക്ഷെ ഇങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് അവർ തന്നെ പറഞ്ഞുതരും. അതിൽ നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എന്റെ മാനേജർ എന്നോട് ചോദിച്ചത് ഇപ്പൊ നിനക്കാണെങ്കിൽ മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം. എനിക്ക് അറിയാവുന്ന ഒരു ഭാഷ ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ടല്ല അവരെടുക്കുന്നത്. അവര് മാക്സിമം അത് നമ്മൾ പറഞ്ഞു നോക്കി നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ നന്നാക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ജോബുകൾക്ക് ഇംഗ്ലീഷ് പ്രധാനമായിട്ട് വരുന്നുണ്ട്. അത് ഇപ്പൊ കസ്റ്റമർ ഫേസിങ് വരുന്നത്, പേഷ്യന്റ് ഫേസിങ് വരുന്നത്, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ചില കസ്റ്റമേഴ്സ് പല സ്ഥലത്തുനിന്ന് വരുന്നവരുണ്ട്. ഇപ്പൊ ചിലപ്പോ സ്കോട്ട്ലാൻഡ് അങ്ങനത്തെ ഭാഗത്തു നിന്നൊക്കെ മൈഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് തന്നെയാണ് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ലോ. എന്റെ ഒരു ജോബ് റോളിൽ ഞാൻ പേഷ്യൻസ് ആയിട്ട് ഫേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ലാംഗ്വേജ് അറിഞ്ഞിടാത്ത പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് അവർ ഇന്റർപ്രിട്ടേഴ്സുമായിട്ടായിരിക്കും വരുന്നത്. അവർക്ക് ലാംഗ്വേജ് കൺവേർട്ട് ചെയ്ത് ഇപ്പൊ ഡോക്ടറിന്റെ കൂടെ ആണെങ്കിലോ നഴ്സിന്റെ കൂടെ ആണെങ്കിലോ ആരുമായിട്ട് സംസാരിക്കാനാണെങ്കിലും അവർ ഫ്രീ ആയിട്ട് ഒരു ഇന്റർപ്രിറ്ററെ ആക്കി കൊടുക്കും NHS തന്നെ. പിന്നെ ബേസിക്കലി നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കാറ്. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത ഒരു പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ് അവർ സ്പീക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അവിടെ ഒരു ബാരിയറും ഇല്ല. പിന്നെ ബേസിക്കലി ഇപ്പം ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞിരിക്കണം. അതായത് അവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അത് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ചോദിച്ചപ്പോഴാണ് ഇവിടുത്തെ ഇന്റർവ്യൂവിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ഇന്റർവ്യൂവിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. അത് 12 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഞാൻ അറ്റൻഡ് ചെയ്തൊരു 3-4 ഇന്റർവ്യൂവിലും സെയിം ഫോർമാറ്റിൽ അവർ ഫോളോ ചെയ്ത്. മിക്കതും ഒരു മാനേജർ ഒരു സൂപ്പർവൈസറാണ് ഇന്റർവ്യൂവിന് ഉണ്ടാവുക. മാനേജർ ഒരു 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും, സൂപ്പർവൈസർ ഒരു 6 ക്വസ്റ്റ്യൻ. അവർ ഫുൾ അത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തരും നമുക്ക് എങ്ങനെയാണ് ആ ഇന്റർവ്യൂ. അവരെല്ലാം എഴുതിയെടുക്കും. അപ്പൊ എഴുതിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ അത് നോക്കി പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് അവരെല്ലാം റെക്കോർഡിങ്ങിലാക്കേണ്ടതാണ്. എന്താ അത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ അനലൈസ് ചെയ്യണത് അതിലെന്തോ എത്രത്തോളം നമ്മൾ കീബോർഡ് യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് എഴുതിയെടുക്കുന്നത്. നാട്ടിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളും ഇവിടെ അറ്റൻഡ് ചെയ്ത ആളും നോക്കുമ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടെ നമുക്കൊരു ഫ്രീ മൈൻഡോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഇന്റർവ്യൂ ഏതായിരിക്കും? എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഇന്റർവ്യൂ ആയിരിക്കും കുറച്ചുകൂടെ ഫ്രീ മൈൻഡ് നമുക്ക്. കാരണം നാട്ടില് തിയററ്റിക്കലാണ്. ഇപ്പം
ഇപ്പോൾ ഒരു അക്കൗണ്ടൻസിയുടെ വേക്കൻസി ആണെങ്കിൽ എന്താണ് ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കുറച്ച് തിയറി കാര്യങ്ങളായിരിക്കും. ഡെബിറ്റ് എന്താ, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ, തിയറി കാര്യങ്ങളാണ് നാട്ടിലെ മിക്കപ്പോഴും. ഇപ്പം എനിക്കൊരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ എനിക്ക് എവിടുന്നെങ്കിലും ഒക്കെ ഫേസ് ചെയ്യും. ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഞാൻ മറുപടി പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോ ബേസ്ഡ് ആണ്. അതായത് നിങ്ങളെ ഒരു പേഷ്യന്റ് നിങ്ങളോട് ഭയങ്കര റൂഡായി ബിഹേവ് ചെയ്യുവാണ്, നിങ്ങൾ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇതിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മറുപടി പറയുമ്പോൾ ഓക്കെ ഞാൻ വളരെ പൊളൈറ്റ് ആയി നിന്ന് ഞാൻ ആ പേഷ്യന്റ് മനസ്സിലാക്കി എന്ന് പറയുന്നതിനേക്കാൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേഴ്സൺ സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ഡോക്യുമെന്റ് നേരത്തെ. കാരണം അവർ ആ ഡിസൈറബിൾ കേസിനകത്ത് കുറച്ച് കീവേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉത്തരം പറയുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വേണം ഉത്തരം പറയാൻ. നമ്മുടെ പറയുന്ന ഉത്തരം ശരിയാണോ, ഞാൻ പൊളൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ചിലപ്പോൾ ആ ഇതിനകത്ത് വരുന്നതായിരിക്കും യു ഹാവ് ടു ബി യു ഷുഡ് ബി എ പേഴ്സൺ ഹു ഹാവ് എ പേഷ്യൻസ്. അപ്പം അന്നേരം പറയാ ബൈ നേച്ചർ ഐ ഹാവ് എ പേഷ്യൻസ് ഇൻ മൈ. ഇത് വലിയൊരു ടിപ്പാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു ടിപ്പാണ്. അത് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഞാനും NHS അപ്ലൈ ചെയ്താൽ എനിക്ക് വലിയൊരു ടിപ്പാണ് അത്. കാരണം അതൊരു നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അത് എപ്പോഴും എല്ലാരും ശ്രദ്ധിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു കാര്യം ആഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു നമ്മൾ ഉത്തരം പറയുമ്പോഴും സിനാരിയോ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സിനാരിയോ ചേർത്ത് ഒരു ഉത്തരം പറയും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ സ്കിൽസ് എന്നൊരു ചെറിയൊരു ചോദ്യം, വാട്ട് ഈസ് യുവർ സ്കിൽസ് എന്ന് ബേസിക് ആയിട്ടൊരു ചോദ്യം. അപ്പൊ നമ്മൾ പറയണം ഐ ആം എ ടീം വർക്കർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഏത് ടീമിലാണ് വർക്ക് ചെയ്തത്, എന്താണ് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, നിങ്ങൾ ടീമിൽ വർക്ക് ചെയ്തതിന്റെ. എപ്പോഴും പറയുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ നോക്കാം. പ്രീവിയസ് എക്സ്പീരിയൻസിന് എടുത്ത് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മളൊരു ഷോർട്ട് ഫോമിൽ പറയുമ്പോൾ അവർക്ക് അത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ജിതിൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, റൂഡ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതും ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു 6-7 ഇന്റർവ്യൂവിൽ ആ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കറക്റ്റ് അതിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേജ് കോച്ചിൽ വരെ ചോദിച്ചിട്ടുണ്ട് ഒരു കേറുമ്പോ. പിന്നെ മെയിൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഡാറ്റ സെക്യൂരിറ്റി. പേഷ്യന്റിന്റെ ഡാറ്റ ഹാൻഡിൽ ചെയ്യണം. ഒരു മിക്ക ഡിപ്പാർട്ട്മെന്റിലും പേഷ്യന്റ് ഡാറ്റ കമ്പ്യൂട്ടറിൽ ഹാൻഡിൽ ചെയ്യണവരായിരിക്കും. കോൺഫിഡൻഷ്യൽ ഡാറ്റ സെക്യൂരിറ്റി അത് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ ഇവർക്ക് പേഷ്യന്റിന്റെ നെയിമോ ബാക്കിയുള്ളതോ ഒന്നും ഷെയർഡ് ആയി പോകാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ പറയേണ്ട രീതിയിൽ നമ്മൾ അത് ഓൾറെഡി ഒരു ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ട്, എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ എവിടെന്നെങ്കിലും ഒരു കണ്ടുപിടിച്ച് പറയാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും സൈറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ChatGPT തന്നെയാണ്. നമ്മൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ChatGPT കൊടുക്കാം, എന്നിട്ട് എക്സ്പെക്ട് ചെയ്യണ ക്വസ്റ്റ്യൻസ് ആയി തന്നെ പുള്ളി ഔട്ട് ചെയ്യാൻ പറ്റും. ടിപ്സ് ആണ് കേട്ടോ. അപ്പോ ഒരു 15 ക്വസ്റ്റ്യൻസ് തരും, അത് നമ്മൾ അനലൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ജോലിയിൽ നിന്ന് സിറ്റുവേഷൻ ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒന്നിനും ChatGPT തന്നെ അത് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് അതിന് വേണ്ടി എന്നിട്ട് ChatGPTയോട് ചോദിക്കുക. അപ്പൊ അതൊരു മറുപടി പറഞ്ഞു തരും, എങ്ങനെയാണ് ഇതിന് മറുപടി എങ്ങനെയാണ് പറയുന്നത്. പിന്നെ മാക്സിമം NHS വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കുക. അതായത് ഇപ്പൊ സെയിം റോളിൽ തന്നെയുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് NHSന്റെ എല്ലാ ഇന്റർവ്യൂ പാറ്റേണും ഏതാണ്ട് ഒരുപോലെ ചോദ്യങ്ങളാണ് മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ആ പാറ്റേൺ അത് ഡിപ്പാർട്ട്മെന്റ് വൈസും ജോബ് വൈസും അപ്പൊ പാറ്റേൺ കിട്ടാൻ നിങ്ങൾ NHS വർക്ക് ചെയ്യുന്ന ആരല്ലോ, നേഴ്സുമാരോടാണെങ്കിലോ അല്ലെങ്കിൽ നേഴ്സുമാരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ ക്ലറിക്കലായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റോളാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതിന് അവസരം കിട്ടും. യൂട്യൂബിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ ആ ഇന്റർവ്യൂവിന് പോകുന്ന NHS ട്രസ്റ്റിനെ കുറിച്ചിട്ട് അതിന്റെ വാല്യൂസിനെ കുറിച്ചിട്ടൊക്കെ എന്തായാലും മസ്റ്റ് ഒരു ചോദ്യം പ്രൗഡ് വാല്യൂസ്. അത് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് അവർ ചോദിക്കും. പിന്നെ ആ NHS ട്രസ്റ്റ് ഇപ്പൊ ഞാൻ IT-യിലായ കാരണം ഞാൻ നോക്കിയിട്ടുള്ളത് ആ NHS ട്രസ്റ്റില് എന്തോരം എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ നമ്മളെ എംപ്ലോയീസിനാണല്ലോ സപ്പോർട്ട് ചെയ്യണം IT. എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്ര പേർക്ക്, അപ്പൊ അവര് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും അവസാനം. ഇതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഈ പ്രൗഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂസ് ഉണ്ടാവില്ല, വാല്യൂസ് ആൻഡ് ബിഹേവിയർ. പ്രൗഡ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിന്റെ വാല്യൂസിന്റെ ആദ്യത്തെ 4 പേരാണ്. അപ്പൊ ഇവര് പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് പ്രൗഡ് വാല്യൂസ് ഇവര് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രസ്റ്റിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ സൈറ്റിലോ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനിലോ വാല്യൂസ് ഉണ്ട്. വാല്യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഓരോ ട്രസ്റ്റിനും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നവീൻ ഇപ്പൊ പറഞ്ഞ കാര്യം നിർത്തി, ഇപ്പൊ എന്റെ IT ജോബായിരുന്നു. അപ്പൊ IT ജോബിൽ നമ്മള്
ഞാൻ എങ്ങനെയാണ് എൻ്റെ നമ്മളൊരു സപ്പോർട്ടാണല്ലോ കൊടുക്കുന്നത്, IT സപ്പോർട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT സപ്പോർട്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ് സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കാൻ ഒരു മെയിൻ ആയിട്ടുള്ളത് നമ്മൾ എത്ര പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര പേരെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മീൻസ് ട്രസ്റ്റിന്റെ ഒരു എംപ്ലോയീസ് എന്തോരം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 16,000 എംപ്ലോയീസ് ഉണ്ടെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അതൊക്കെ ഞാൻ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ NHS ട്രസ്റ്റിൽ ജോലി ചെയ്യാൻ താല്പര്യം? അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു മീൻസ് ഒരു ഓൺ പ്രമിസ് സർവർ എൻവയോൺമെന്റ് ഉണ്ട്, അതുപോലെ ഇത്രയും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു വർക്ക്ഔട്ട് ചെയ്യണം NHS ട്രസ്റ്റിനെ കുറിച്ചിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിങ്ക്ഡിനിൽ ആ സെയിം NHS ട്രസ്റ്റിൽ പോയിട്ട് നമ്മുടെ ഒരു 1 month ഒക്കെ നമുക്ക് കിട്ടും നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ. ചില ഇന്റർവ്യൂസിന് ചിലത് 1 weekലൊക്കെ ആവും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണക്ട് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ള എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പോഷറാണ്. നമ്മളെ ഇടയിലൊക്കെ ആ വേഡിങ്സ് കൊടുക്കാൻ കാര്യമായിട്ട് പറഞ്ഞാൽ കേറി തള്ളി അങ്ങ് മറിക്കാം. അവർക്കൊരു ജെന്യൂനിറ്റി തോന്നണം. അതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന തരത്തിലാണ് നമ്മളെ. ഞാൻ വളരെ പേഴ്സണൽ കാര്യം ചോദിക്കുകയാണ്. അല്ല, എനിക്കൊരു ഡൗട്ടാണ്. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോ വളരെ വെൽ ഡ്രസ്ഡ് ആയി. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കുന്ന കാര്യങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ഡ്രസ്സിങ്ങിൽ ഇവിടെ അവര് അനലൈസ് ചെയ്യണില്ല. അതിന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പേഷ്യന്റുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിങ് നോക്കുമായിരിക്കും. ഇതുവരെ ഞാൻ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ യൂണിഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പേഷ്യന്റുമായിട്ട് ഇടപെടുന്ന ആളാണ്. അപ്പൊ എന്റെ കേസിൽ ഫോർമൽ ഡ്രസ്, കാഷ്വൽ ഫോർമൽ ആയിരിക്കണം. പക്ഷെ ഒത്തിരി ജീൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഇന്റർവ്യൂ നമ്മൾ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ് അങ്ങനെ വേണം, അങ്ങനെ ഒന്നുമില്ല. വളരെ താടി പഠിക്കണം അങ്ങനെയൊന്നുമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഇതിൽ തന്നെ പറയണ്ടേ, സ്കിന്നിന്റെയോ ഒരാളുടെ വിഷത്തിന്റെയോ ഇതില് നമുക്ക് ജോലി തരാണ്ടിരിക്കാൻ സത്യം. നമ്മളൊരു നാട്ടിലേക്കാണ് ഒരു ഇന്റർവ്യൂവിന് പോണതിന് മുമ്പ് തലേദിവസം പോയി താടി കിട്ടി ഷേപ്പ് ചെയ്ത് ഇവിടെ എങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ആക്സെപ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെയിൽ വരുന്നു അല്ലെങ്കിൽ ഇത് വരുന്നു. അപ്പൊ നമുക്ക് അവിടെ ഉള്ള ഒരു ആളുമായിട്ട് ഒരു അതോറിറ്റി ആയിട്ട് നമുക്കൊരു ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ഡയറക്റ്റ് അപ്രോച്ചബിൾ ആണോ അവര്? ഇതിലിപ്പം നവീൻ ബ്രോ പറഞ്ഞ പോലെ നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ മീൻസ് അവരോട് ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, എന്താണ് പണി, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതൊക്കെയാണ് ട്രസ്റ്റ് ഇവിടെയാണ്. പിന്നെ വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കിടപ്പുണ്ടാവും. ഇഫ് യു ഹാവ് എനി ക്വറീസ് കോൺടാക്ട് എന്ന് പറഞ്ഞൊരു മെയിൽ ഐഡി ഉണ്ടാവും. അത് മിക്കപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ജോബിന്റെ ആരാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ ഇന്റർവ്യൂ ഹെഡിന്റെ ആയിരിക്കാം ആ മെയിൽ. അപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പം ഈ ജോലിക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് ഈ ഇവിടെ വന്നിട്ട് എനിക്കിപ്പം അവിടെ പോയി അറ്റൻഡ് ചെയ്യണ്ട, എനിക്ക് ത്രൂ ഓൺലൈൻ ആണ് വേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഡിപ്പെൻസ് ആണ്. ചിലത് അവര് ഫേസ് ടു ഫേസ് തന്നെ വേണമെന്ന് പറയും, ചിലത് ചിലപ്പോൾ അവര് പറയും വേണ്ടത് ലോങ്ങിന്ന് വരണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ടീംസിലാക്കാം. അപ്പൊ അത് നമുക്ക് മറ്റേ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എല്ലാവരും പറയുന്നുണ്ട് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊടുക്കണേ. എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മാനേജറുടെ ഇമെയിൽ. പിന്നെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് ആ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു മെയിലിൽ അതിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു HR ടീമിന്റെ ഒരു കോൺടാക്ട് ഇൻഫോ വെച്ചിട്ടുണ്ട്. കാര്യം ഓരോ NHSൽ നമുക്ക് ഇന്റർവ്യൂ പാസ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ട് ഡേറ്റ് വളരെ ഒരു ദൂരമായിരിക്കും. അത് ട്രസ്റ്റ് ബേസ് ചെയ്തായിരിക്കും. ചിലപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത്. അതെല്ലാം കിട്ടാനായിട്ട് ഏകദേശം മിനിമം 2 മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്യണം. 2-3 മാസം നമ്മൾ ഒരു ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ജോലിക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ടൈമിന്റെ അകത്ത് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് നമുക്ക് അതായത് HR ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യാം. എന്റെ കേസിലും 1.5 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു പണിന്ന് ഇറങ്ങിയിട്ടാണ് ഈ പണിക്ക് കയറുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NHS കിട്ടിയെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് പണി നിർത്തി കഴിഞ്ഞാൽ ഒരു 1.5 മാസം ഇന്റർവ്യൂ ചെയ്തപ്പോ എന്റെ സൂപ്പർവൈസർ പറഞ്ഞു പേപ്പർ ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതെല്ലാം ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ഇമെയിൽ ID നിങ്ങളെ കിട്ടുവാണ്. അപ്പൊ നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. അവര് ഓക്കെ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നൊന്നും അവർ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി വിസ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഷെഡ്യൂളായി, അന്ന് നിങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഏതൊരു ആശുപത്രിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരോ അങ്ങനെ എന്തെങ്കിലും ആയി, നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അവർക്ക് മെയിൽ അയക്കാം എനിക്ക് ഇതുപോലെ വരാൻ പറ്റില്ല എന്ന് റീഷെഡ്യൂൾ ചെയ്ത് തരും പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് റീഷെഡ്യൂൾ ചെയ്ത് തരും. ഉറപ്പായിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്പോൺസർഷിപ്പിന്റെ കാര്യം ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും മേ ബി നമ്മൾ ജോയിൻ ആയി കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇത്ര ഒരു ടൈം പീരീഡ് വർക്ക് ചെയ്ത് നമ്മുടെ നേച്ചർ ഓഫ് വർക്കും കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ചിലപ്പോൾ നമ്മുടെ ലൈൻ മാനേജർ വിസയ്ക്ക് നമ്മുടെ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ട്. അത് വേറൊരു മെയിൻ കാര്യം. ഇപ്പൊ സ്പോൺസർഷിപ്പിനുള്ള ഓപ്ഷൻസ് ഇപ്പൊ കൂടുതലായിട്ടുണ്ടോ NHS-ല്? സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കും ഡിപെൻഡന്റ് ആയിട്ട് വരുന്നവർക്കും? ഡിപെൻഡന്റിന്റെ കേസില് ഇപ്പോഴത്തെ നിയമപ്രകാരം എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പോഴത്തെ നിയമപ്രകാരം ബാൻഡ് 5 തൊട്ടാണ് വിസ കൊടുക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് ട്രസ്റ്റ് ബേസ് വ്യത്യാസം ഞാൻ അതിൽ കൂടെ കടന്നുപോയ വ്യക്തിയെ കാരണം പറയണ എന്റെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഓക്കെ പറഞ്ഞതാ വിസ സ്പോൺസർഷിപ്പ്. എന്നിട്ട് HR എത്തിയപ്പോ അവരൊരു ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ആ ടൂളില് നമ്മള് മിനിമം സാലറി റിക്വയർമെന്റ് എന്റെ ജോബ്, പലരും ജോബ് ചിലപ്പോൾ ചിലരുടെ ജോബ് ഷോർട്ട് ലിസ്റ്റിലുള്ളതായിരിക്കും. ഷോർട്ട് ലിസ്റ്റിലുള്ളവർക്ക് 23,500 ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. അത് മീറ്റ് ചെയ്താൽ മതി. എന്റെ കേസിൽ IT കിടക്കുന്നത് 26,200 എനിക്ക് കിട്ടുന്നത് 25,100 അപ്പൊ ഒരു 1,000-ന്റെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം കിട്ടാനാണ്, അല്ലെങ്കിൽ കിട്ടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ചില ജോബുകൾ ഇപ്പൊ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യണം, ഇപ്പൊ സപ്പോർട്ട് വർക്കർ, അതൊക്കെ കൊടുക്കണ ട്രസ്റ്റുകളുണ്ട്, വിസ കൊടുക്കണ ഒരുപാട് ട്രസ്റ്റുകളുണ്ട്. അങ്ങനത്തെ വർക്ക് ചെയ്യണവർക്ക് ഈ 26,200 മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഡിപെൻഡന്റ് ആണെങ്കിൽ കൂടി 23,000 മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിസ കൊടുക്കാം. പിന്നെ ഈ കാര്യം തന്നെയാണ് നമ്മള് ഇപ്പോ ബ്രോ വർക്ക് ചെയ്യുന്നത് ഷെഫീൽഡ് ടീച്ചിങ് ഹോസ്പിറ്റൽ ട്രസ്റ്റിലല്ലേ. അപ്പൊ ഈ സെയിം ബ്രോ ചെയ്യുന്ന ജോലി തന്നെ ലണ്ടനിൽ വേറെ ട്രസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സാലറി ഡിഫറെന്റ് ആയിരിക്കും. അതില് പിന്നെ പറയുന്നത് ഈ സെയിം ബാൻഡ് 5-ല് IT-ല് ബാൻഡ് 4-ല് IT-ല് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് 30% 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അവര് 20,800 മീറ്റ് ചെയ്താൽ മതി. ചാൻസസ് കൂടുതലാണ്. ഒബിയസ്ലി സ്റ്റുഡൻസിനാണ് പ്രയോറിറ്റി. സ്റ്റുഡൻസിന് അറിയോ ഇല്ലെന്നുള്ളത്